വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്കാണ് സുരക്ഷാ കാര്യ മന്ത്രിസഭാ യോഗം കഴിയുമ്പോഴേക്കും ഇന്ത്യ കടക്കുന്നത്. ഏറ്റവും പ്രധാനം 60 വർഷം വരെ പാരമ്പര്യമുള്ള സിന്ധു നദീജല കരാർ രാജ്യം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കരാറാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ കൃഷി സംബന്ധിച്ചും മറ്റ് ജലസേചനവുമായി ബന്ധപ്പെട്ടും അതിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങുന്നു. വളരെ ചരിത്രപരമായ തീരുമാനം. മറ്റൊന്ന്, ഇന്ത്യയുടെ അട്ടാരി ചെക്ക് പോസ്റ്റ് അടയ്ക്കുകയാണ്. അതുവഴി കടന്നിട്ടുള്ളവർ മെയ് 1-ാം തീയതിക്കകം മടങ്ങണമെന്നതാണ്. മറ്റൊന്ന്, ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറുകളോട് ഡിഫൻസ് ഉപദേശകരെ തിരിച്ചു വിളിക്കുകയാണ്. അവർക്കൊപ്പമുള്ള സപ്പോർട്ട് സ്റ്റാഫിനെയും തിരിച്ചു വിളിക്കുകയാണ്. ഹൈക്കമ്മീഷനിലെ ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥരുടെ അംഗസംഖ്യ 55-ൽ നിന്നും 30-ലേക്ക് ചുരുക്കുകയാണ്. സാർക്ക് വിസ ഇളവ് പ്രകാരം, സാർക്ക് വിസ എക്സംഷൻ പ്രകാരം ഇന്ത്യയിലേക്ക് വന്ന പാകിസ്ഥാനികൾ ഉടൻ മടങ്ങണം. പുതുതായി ആരെയും ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നടക്കമുള്ള കടുത്ത നയതന്ത്ര നടപടികളിലേക്ക് ഇന്ത്യ ഈ ഭീകരാക്രമണത്തിന് ശേഷം കടക്കുകയാണ്. അത് ഏറ്റവും പ്രധാനം. സിന്ധു നദീജല കരാറിൽ നിന്നും രാജ്യം പിന്മാറുകയാണ്.